തൊടുപുഴയിൽ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ ഒരു കൊടുംവനത്തിൽ ദർശന പുണ്യവുമായി ഒരു അയ്യപ്പക്ഷേത്രമുണ്ട്. നേരം പുലർന്നു വരുന്ന സമയത്താണ് ഞങ്ങൾ ആ യാത്ര തുടങ്ങിയത്. പുലരിമഞ്ഞ് വീണ് നനഞ്ഞ വഴികളിൽ സാധാരണ ദിവസത്തെക്കാളും തിരക്ക് കുറവായിരുന്നു. കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷനിൽ വേളൂർ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിച്ചപ്പോൾ നേരിയ ഇരുട്ടുണ്ടായിരുന്നു. തൊടുപുഴ താലൂക്കിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വേളൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കൊടും വനത്തിലൂടെ 7 കിലോമീറ്ററോളം യാത്ര ചെയ്തെങ്കിലേ ക്ഷേത്രത്തിലെത്തുകയുള്ളൂ. എങ്കിലും ഞങ്ങൾ നല്ല ആവേശത്തിലായിരുന്നു. ഞങ്ങളുടെ ആവേശം തണുപ്പിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. വേറെ ഒന്നുമല്ല, ആനയും കാട്ടുപോത്തുകളും ഇറങ്ങുന്ന കൊടുങ്കാടാണ്, സൂക്ഷിച്ചു പോകണം. ഗാർഡിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നേരിയ ഭയം തോന്നിയെങ്കിലും കാത്തുരക്ഷിക്കാൻ അയ്യപ്പനുണ്ടല്ലോ എന്ന ധൈര്യത്തോടെ ഞങ്ങൾ യാത്ര തുടർന്നു. സാധാരണ അമ്പലത്തിലേക്ക് ജീപ്പ് മാർഗമാണ് ഭക്തർ എത്തുന്നത്. വർഷത്തിൽ മണ്ഡലകാലത്തിലെ 41-നും പിന്നെ മകരവിളക്കിനും കൂടാതെ എല്ലാ മാസം 1-ാം തീയതിയുമാണ് ഇവിടെ നട തുറക്കാറുള്ളത്. കൊടുംവനത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിമനോഹരമായ ഈ അയ്യപ്പക്ഷേത്രം ഒരു മഹാ അത്ഭുതം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ ആരംഭകാലത്തെക്കുറിച്ച് ആർക്കും വലിയ ഗ്രാഹ്യമല്ല. വൻമരങ്ങൾ വീണ് ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ഈ ക്ഷേത്രം ഏതാനും വർഷം മുമ്പാണ് ഭക്തർ ചേർന്ന് പുതുക്കി പണിതത്. ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പഴയകാലത്ത് കൊത്തുപണികൾ ചെയ്ത കൂറ്റൻ കല്ലുകൾ ക്ഷേത്ര പരിസരത്ത് ഇപ്പോഴും കാണാം. പണ്ട് വന്യജീവികളുടെ ഉപദ്രവത്തിൽ നിന്ന് ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ നിർമ്മിച്ച കിടങ്ങുകളുടെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാം. ഇരുമുടിക്കെട്ടുമായി ഇവിടെ വിശ്വാസികൾ ദർശനത്തിനെത്തുന്നെന്ന് നാട്ടുകാർ പറഞ്ഞത് സത്യമാണെന്ന് തൊഴുതു നിന്നപ്പോൾ ഞങ്ങൾക്കും തോന്നി. കൊടും വനം, കാടിൻ്റെ വശ്യമായ ഏകാന്തത, കാട്ടരുവികൾ, മനസ്സ് ശാന്തമാകുന്ന പ്രകൃതിയുടെ ആലയം, വീശിയടിക്കുന്ന കാറ്റ്, കാവൽ നിൽക്കുന്ന വന്യമൃഗങ്ങൾ. പ്രകൃതിയുടെ പൂങ്കാവനത്തിൽ ശബരിമല പോലെ മറ്റൊരു പുണ്യക്ഷേത്രം തന്നെയാണ് വേളൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് തോന്നിയാലും അത്ഭുതമൊന്നുമില്ല. എന്തായാലും ഒരു കുഴപ്പവും കൂടാതെ അയ്യനെ കാണാൻ പറ്റി. തൊഴുത് പ്രാർത്ഥിച്ചു. തൊഴുതു മടങ്ങുമ്പോൾ മനസ്സറിയാതെ വിളിച്ചു പോകും, സ്വാമിയേ ശരണമയ്യപ്പ.